ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻ തിരക്ക്. അയ്യപ്പന്മാരുടെ നില നീലിമല വരെ നീണ്ടു. പമ്പയിൽ നിന്ന് മണിക്കൂറുകൾ ഇടവിട്ടാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. നിലയ്ക്കലും ഇടത്താവളങ്ങളിലും തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ശബരിമലയിലേക്കുള്ള ഭക്തജന പ്രവാഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 4 മണി വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 66,000-ലധികം അയ്യപ്പ ഭക്തന്മാരാണ് 18-ാം പടി ചവിട്ടി ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ അയ്യപ്പന്മാരുടെ കണക്കെടുത്താൽ അത് 1 ലക്ഷം കടക്കും എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഇതിപ്പോൾ ഈ സീസണിലെ ഇത്തരത്തിൽ വലിയൊരു അയ്യപ്പന്മാരുടെ എണ്ണം വർദ്ധിച്ച ഒരു ദിവസം കൂടിയാണ് ഏതായാലും കടന്നു പോകുന്നത്. മണിക്കൂറുകൾ നീണ്ട ക്യൂ തന്നെയാണ് അയ്യപ്പന്മാർക്ക് ഇന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ ഇവർ പമ്പ മുതൽ തന്നെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പലർക്കും ഈ വാഹനങ്ങളിൽ എത്തിയ ആളുകളെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് എരുമേലിയിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്ര മധ്യേ പല സ്ഥലങ്ങളിലും പിടിച്ചിട്ടിരുന്നു. നിലക്കൽ മുതൽ കൃത്യമായി ഘട്ടം ഘട്ടം മാത്രമായിട്ടാണ് വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിട്ടിട്ടുള്ളത്. കൂടാതെ ശബരിപീഠം മുതൽ തന്നെ പോലീസിന്റെ നിയന്ത്രണവും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്യൂ അത് നീലിമല വരെ നീളുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ശബരിമലയിലേക്ക് പമ്പ വഴി മാത്രമല്ല അയ്യപ്പന്മാരെത്തുന്നത്, പരമ്പരാഗത കാനനപാതയായിട്ടുള്ള പുല്ലുമേട് വഴി എത്തുന്ന അയ്യപ്പന്മാർ കൂടിയുണ്ട്. ഇവർ കൂടി എത്തുമ്പോൾ സന്നിധാനത്ത് വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പുല്ലുമേട് വഴി ഇന്ന് ഏകദേശം 6,000-ലധികം അയ്യപ്പന്മാരെത്തും എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഉള്ളത്. ഇന്നലെ തന്നെ 5,800-ഓളം അയ്യപ്പന്മാരാണ് പുല്ലുമേട് വഴി വന്നത്. നിലവിലിപ്പോൾ ഈ 18-ാം പടിയിൽ മണിക്കൂറിൽ 5,000 പേര് എന്ന കണക്കിലാണ് അയ്യപ്പന്മാരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് പോലീസുകാർ. ഇത് തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്നേതായാലും 1 ലക്ഷത്തിലധികം പേർ ദർശനം കാണും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾ നീണ്ട ഒരു കാത്തിരിപ്പിന് ഒടുവിൽ മാത്രമാണ് അയ്യപ്പന്മാർക്ക് ശബരീശ ദർശനം സാധ്യമാകുന്നത്.